ഈ പ്രണയദിനത്തിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. ആക്സെപ്റ്റൻസ് ഈസ് ദ കീ ടു ഇന്നർ പീസ്. അറ്റ് ടൈംസ് വി മസ്റ്റ് ആക്സെപ്റ്റ് തിങ്സ് ആസ് ദേ ആർ. ദർ ഇസ് നോ പോയിന്റ് ട്രൈങ് ടു ചേഞ്ച് ദാറ്റ് വിച്ച് ഇസ് ബിയോണ്ട് അവർ കൺട്രോൾ. ഒരു ബന്ധത്തിൽ നമ്മൾക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. നമുക്കത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ തോന്നും മറ്റുള്ള വ്യക്തിയെ മാറ്റാൻ പറ്റുന്നത്. അത് നമുക്ക് കഴിയില്ല. നമുക്ക് സ്വയം മാറാനേ കഴിയുള്ളൂ. നമ്മളുടെ വ്യക്തിയെ മാറ്റാൻ നമുക്ക് കഴിയില്ല. നമ്മളവരെങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറയണത്. അടുത്തതായി വന്നിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ ബന്ധത്തിൽ സൗഹൃദത്തിൻ്റെ ഒരു നാമ്പ് അതിനൊരു ശക്തി കൊടുക്കാനാണ് പറയുന്നത്. സുഹൃത്തുക്കളെ പോലെ പരസ്പരം മനസ്സിലാക്കി സൗഹൃദം കൂടുതൽ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ മാനസികമായ ഒരു സൗഹൃദത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം എന്നാണ് പറയുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് ഇമോഷൻസ് ആർ എ നാച്ചുറൽ നെസസറി ഓഫ് പാർട്ട് ഓഫ് ലൈഫ്, ബട്ട് they can also distort your perception and cloud your vision. In order to see things clearly, you must let go of resentment. നമ്മുടെ മനസ്സിൽ പങ്കാളിയോട് ചെറിയ പിണക്കമോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈലി ഇമോഷണലായി പോകും. അങ്ങനെ ഇമോഷണലായി പോകുമ്പോൾ പലതും നമ്മൾ കാണാൻ മിസ് ചെയ്യും. അപ്പോൾ അതുണ്ടാവരുതെന്നാണ് പറയുന്നത്. അങ്ങനത്തെ റീസെൻറ്റ്മെൻറ്റ് വെറുപ്പ് ഒഴിവാക്കുക. അടുത്തതായി വന്നിരിക്കുന്നത് ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫീൽ മൈ ലവ്. മൈ ലവ് ഫോർ യു ഈസ് ആസ് ഡീപ്പ് ആസ് ദ ഓഷ്യൻ. നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഡീപ്പായിട്ട് നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഗാഢമായി ശ്രദ്ധിക്കുക. അതിൻ്റെ ആഴം, സ്നേഹത്തിൻ്റെ ആഴം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ജീവിതം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആ മാറ്റം തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് സ്വാഭാവിക ഗതി ഇല്ലാതാവും. അത് വെറുതെ സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ സറണ്ടർ ചെയ്യുക. ജീവിതം അതിൻ്റെ രീതിയിൽ ഒഴുകിക്കോട്ടെ. നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച്, ഒഴുക്കിൻ്റെ താളത്തിനനുസരിച്ച് നീങ്ങുക. നമുക്ക് സർപ്രൈസ്